ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഒരു മാക്രമേ ഹേർട്ട് ഉണ്ടാക്കുന്നതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3mm ബ്രൈഡഡ് കോഡാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അതിനെ ഒരു 250 സെൻറ്റിമീറ്റർ ലെങ്ത്തിന് കറക്റ്റ് സെൻറ്റർ വരുന്ന രീതിയിൽ ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു 26 സെൻറ്റിമീറ്റർ ലെങ്ത്ത് മാർക്ക് ചെയ്യുക. അതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ നിന്ന് മാർക്ക് ചെയ്യുക. ആ പോർഷനെ വീണ്ടും എന്ത് ചെയ്യുക, ഒന്നുകൂടെ ഫോൾഡ് ചെയ്യുക. എന്നിട്ട് അവിടെ ഒരു ടേപ്പ് ഒട്ടിച്ചെടുക്കുക. അപ്പം നമ്മുടെ മിഡിൽ പോർഷൻ വരേണ്ടത് ഇനി ശ്രദ്ധിക്കേണ്ടത് ഈ മിഡിലുള്ള സ്ക്വയർ നോട്ടാണ് കെട്ടാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിഡിലുള്ള ത്രെഡുകൾ ആയിരിക്കണം ഈ 26 സെൻറ്റിമീറ്റർ. റൈറ്റും ലെഫ്റ്റും എഡ്ജസിൽ വരുന്നത് ലെങ്ത്ത് കൂടിയ പോർഷൻ ആയിരിക്കണം. അതായത് നമ്മുടെ 250-ലെ 26 മിഡിലും ബാക്കിയുള്ളത് റൈറ്റും ലെഫ്റ്റും വരിക. ഇനി നമ്മുടെ യൂഷ്വൽ നോട്ടായ സ്ക്വയർ നോട്ട് കെട്ടിക്കൊടുക്കുക. അപ്പോൾ ഈ ഒരു പോർഷനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ജസ്റ്റ് മാർക്ക് ചെയ്തതിന് ശേഷം പിന്നെ കയ്യിലെടുത്തിട്ട് ഇത് ചെയ്താൽ മതി. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. മേലോട്ടും താഴോട്ടേക്കും പുള്ള് ചെയ്തതിന് ശേഷം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു ഹാഫ് സ്ക്വയർ നോട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ റൈറ്റ് സൈഡിലെ ത്രെഡിന് ലെഫ്റ്റ് സൈഡിലോട്ടേക്ക് ഫോൾഡ് ചെയ്തിട്ട് സ്ക്വയർ നോട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഇതിൻ്റെ ബേസിക് വീഡിയോയിൽ നമ്മൾ സ്ക്വയർ നോട്ട് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്, എല്ലാവർക്കും മുന്നേ അറിയായിരിക്കും. അപ്പോൾ ഈ ഒരു നോട്ട് വെച്ചിട്ട് മാത്രമാണ് നമ്മൾ ഈ ഹാർട്ട് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ക്വയർ നോട്ട് താഴെ വരെ, ഈ ഫോൾഡ് ചെയ്ത പോർഷൻ്റെ താഴെ വരെ ഏതാണ്ട് കംപ്ലീറ്റ് ചെയ്യാം. ഇതിങ്ങനെ ഈ മാസ്കിംഗ് ടേപ്പ് വെച്ച് ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കാർഡ്ബോർഡ് അല്ലെങ്കിൽ കയ്യിൽ വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ പില്ലോയിലോ എവിടെയെങ്കിലും ഫോൾഡ് ചെയ്തിട്ട് ചെയ്യാം. സിമ്പിളാണ്, ഇത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അധികം ലെങ്ത് ഇല്ലാത്തതുകൊണ്ട് തന്നെ എവിടെ ഹാങ് ചെയ്തിട്ട് ചെയ്തിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. അപ്പോൾ അതങ്ങനെ താഴെ വരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ എഡ്ജസിലുള്ള എല്ലാ ത്രെഡുകളെയും കറക്റ്റായിട്ട് മുറിച്ച് കളയാണ്. സെൻറ്ററിലുള്ളത് മുറിക്കരുത്, എഡ്ജിലുള്ളത് മാത്രം. അപ്പോൾ 2 മുറിച്ച് കളഞ്ഞു. ഇനി ആ ഒരു പോർഷൻ പുറത്ത് കാണാതിരിക്കാൻ നമ്മൾ ഏതെങ്കിലും ഒരു ഗം ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് കണക്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോർഷൻ ഉണ്ടല്ലോ, അവിടെ കൂടെ ഒരു സിസറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹുക്ക് പോലത്തെ ക്രോഷറ്റിൻ്റെയൊക്കെ ഹുക്ക് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ജസ്റ്റ് ത്രെഡിനെ ഉള്ളിലോട്ട് വലിച്ചെടുക്കുക. ഫസ്റ്റത്തെ ആ സ്ക്വയർ നോട്ടിൻ്റെ ഉള്ളിലൂടെ വേണം വലിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത് ഒരു കണക്ഷൻ വന്നു. ഇനി അതിനെ വീണ്ടും നമ്മളിപ്പം എടുത്തതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ അതാ ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ നെക്സ്റ്റ് പൊസിഷനിലുള്ള സ്ക്വയർ നോട്ടിലൂടെ ഈ സിസർ വെച്ചിട്ട് ഇതിനെ പുള്ള് ചെയ്യുക. ക്രോഷേ ഹുക്ക് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ സിമ്പിളായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നീഡിൽ വേണമെങ്കിൽ നീഡിൽ ഉപയോഗിക്കാം. ഇനി എക്സ്ട്രാ പോർഷൻസ് അതേപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് കെട്ടിക്കൊടുത്തതിന് ശേഷം ട്രിം ചെയ്ത് കളയാം. അതും അതേപോലെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂ ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് സ്റ്റിഫായിരിക്കാൻ വേണ്ടി ഗ്ലൂ ചെയ്യാം. ഇനി ഇതിനെ 2ആയിട്ട് ഫോൾഡ് ചെയ്യുക. അതിന് ശേഷം ഒരു 40 സെൻറ്റിമീറ്ററിൻ്റെ കോഡ് എടുക്കുക. അപ്പോൾ മേലെ ഭാഗത്ത് നിന്ന് ഒരു 2 സ്ക്വയർ നോട്ട് വരുന്ന ഒരു നമ്മൾ മാർക്ക് ചെയ്യാം. ആ ഒരു പോയിന്റിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സിസർ ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് ഈ 40 സെൻറ്റിമീറ്റർ കോഡിനെ വലിച്ചെടുക്കുക. സെയിം റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മൾ റൈറ്റ് സൈഡും ചെയ്യണം. അപ്പം ഇപ്പുറത്ത് 2 സ്ക്വയർ നോട്ടിലാണ് നമ്മൾ ആ നോട്ടിനെ അറ്റാച്ച് ചെയ്തത്. അതുപോലെ തന്നെ ഈ സൈഡിലും മിഡിലിൽ ഒരു സ്ക്വയർ നോട്ട് വെച്ചിട്ട് റൈറ്റ് സൈഡിൽ 2, ലെഫ്റ്റ് സൈഡിൽ 2. ടോട്ടൽ 5 ആണ് ഇവിടെ വരിക. അപ്പോൾ അത് ഓർത്ത് വെച്ചാൽ മതി. ആ രീതിയിൽ നമ്മൾ ചെയ്യാം. അപ്പോൾ അതിനെ വലിച്ച് ഇനി അതിനെ കറക്റ്റായിട്ട് എവിടെയും മടക്കൊന്നും വരാത്ത രീതിയിൽ വലിച്ചെടുക്കുക. ഇനി അതിൻ്റെ പോലെ തന്നെ സെൻറ്റർ വരുന്ന രീതിയിൽ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏതാണ്ട് ഒരു ഹാർട്ട് ഷേപ്പ് വരുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് ഒരു 2 നോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു ഹാർട്ട് ഷേപ്പ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ ഹാങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അഡ്ജസ്റ്റിൽ ഇതുപോലെ തന്നെ ഒരു കെട്ടിട്ട് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ ഹാർട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലത്തെ വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എനിക്ക് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യണം. താങ്ക് യു സോ മച്ച്.